എന്തെങ്കിലും പ്രശ്നമാണ് നമുക്ക് അങ്ങനെ റോങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അപ്പൊ തന്നെ പറയണം. അല്ലാണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം പറയുമ്പോൾ നമുക്കത് ഒരു ജെനുവിനിറ്റി കുറഞ്ഞു. നമുക്ക് തോന്നുന്നത് കെട്ടിച്ചമച്ചാണെന്നാണ്. അപ്പൊ ഇതിന്റെ പരാതിയിൽ നിഷ്പക്ഷത ഉണ്ടോ? അത് കൃത്യമായ തെളിവുകളാണോ? അതല്ല അതാണെങ്കിൽ വളഞ്ഞിട്ട് ആക്രമിക്കാൻ. എന്തുകൊണ്ടാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പറയാം? ഹായ് ഒരുവൻ, നമ്മൾ ഇന്ന് പാലക്കാടിലുള്ള സാധാരണക്കാരായ മീൻ കച്ചവടക്കാർ, ഓട്ടോ ഡ്രൈവർമാർ, കൂലിപ്പണിയെടുക്കുന്നവർ, കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റ്, പിന്നെ അത്യാവശ്യമുള്ള സ്ത്രീകൾ, ഇവരോട് എല്ലാവരോടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് ചോദിക്കാം എന്താണ് പറയുന്നതെന്ന്. പൊന്നുപ്രേക്ഷകരെ, ഒരു കാര്യം പറയുകയാണ്. പിണറായി വിജയനും സഖാക്കളും BJP-ക്കാരും RSSും കളിച്ച നാടകം പൊളിയുന്നു എന്നാണ്. അതായത് പാലക്കാടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം 90% പാലക്കാടിലുള്ള BJP-ക്കാരും പാലക്കാടിലുള്ള LDF-കാരും പാലക്കാടിലുള്ള UDF-കാരും ഒരുമിച്ച് നിന്ന് പറയുകയാണ് ഈ കേസ്, അതായത് ഇത് വെറുതെ ഇല്ലാത്ത കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കാൻ വേണ്ടി ആരോ ഒരാൾ തിരക്കഥ എഴുതിയ ഒരു കേസ് എന്ന് പറയുകയാണ്. രാഹുലിനെതിരെ രണ്ടാമത്തെ കേസ്, അതിപ്പോൾ ഞാൻ വെച്ച് തരാം. അതായത് അവിടുത്തെ സാധാരണക്കാരായ പ്രേക്ഷകർ പ്രതികരിക്കുന്ന ഭാഗം ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. രാഹുലിനെതിരെ വന്ന രണ്ടാമത്തെ കേസ്, അങ്ങനെ ഒരു പെണ്ണ് ഇല്ല. ഏതോ ഒരു കമ്പ്യൂട്ടറിൽ ആരോ ഒരാൾ അല്ലെങ്കിൽ ഒരു AI അയച്ചൊരു പരാതിയാണ്. ആ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ, ക്രൈംബ്രാഞ്ചല്ല അന്വേഷിക്കുന്നത്, ക്രൈംബ്രാഞ്ച് നട്ടം തിരിയുകയാണ്. എന്ത് ചെയ്യും? കോടതിക്ക് മുമ്പിൽ എന്ത് തെളിവ് കൊടുക്കും? ഒരു സ്ത്രീ പോയിട്ട് ഒരു മണ്ണാങ്കട്ട കിട്ടുന്നില്ല എന്നാണ് കിട്ടുന്ന വിവരം. ആരോ ഒരാൾ വെറുതെ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ആരോ ഒരാൾ ഒരു കമ്പ്യൂട്ടറിൽ എഴുതി അയച്ച ഒരു കള്ളപ്പരാതി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് ഒരു കാര്യം പറയുകയാണ്, എന്തുകൊണ്ട് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല? CPM-ന്റെയും BJP-ന്റെയും ആവശ്യം കഴിഞ്ഞു. CPM-ഉം BJP-യും വിചാരിച്ചത് എങ്ങനെയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒന്നെങ്കിൽ ഷാഫിയെ തകർക്കുക അല്ലെങ്കിൽ രാഹുലിനെ തകർക്കുക. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസ് കൊടുങ്കാറ്റാവുമെന്നാണ് ഈ പറയുന്ന LDF-ഉം BJP-യും വിചാരിച്ചത്. അതുകൊണ്ട് അവരൊരു പ്ലാൻ ഇടുകയാണ്. ഒന്നെങ്കിൽ ഷാഫിയെ തകർക്കാം അല്ലെങ്കിൽ രാഹുലിനെ തകർക്കാം. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ട് പാവം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴുകയാണ്. അത് ലോകം അറിയുകയാണ്, കേരളം അറിയുകയാണ്. എന്തിനു വേണം, പാലക്കാടുകാർ പറയുകയാണ്. ഇപ്പോൾ നിലവിൽ സ്വതന്ത്രനായി രാഹുൽ മത്സരിച്ചാലും ഞങ്ങൾ വോട്ടിടുമെന്ന് പാലക്കാടുകാർ പറയാനുള്ള കാരണം എന്താണ്? അത് പച്ചക്കളവെന്ന് സാധാരണക്കാരായ പാലക്കാടുകാർക്ക് മനസ്സിലായത് കൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് പാലക്കാടിലെ ചുണക്കുട്ടികൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഓരോന്ന് ക്ലിയറായി കൃത്യമായി കേൾക്കണം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് കുറേ ആളിലേക്ക് വീഡിയോ എത്തിക്കും. അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധി എന്ന് കൂടുതൽ പേർക്ക് അറിയപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, ചാനൽ ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തായാലും ചുണക്കുട്ടികളോട് ചോദിച്ചു നോക്കാം, എന്താണ് രാഹുലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കാരണം ഇതിപ്പോൾ രാഷ്ട്രീയത്തിൽ, പൊളിറ്റിക്കൽസിൽ ഇതൊരു എന്താ പറയുക, ഇത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സ്ത്രീകൾ ഒരു കേസ് കൊടുക്കുക, ഇതിപ്പോൾ ഇയാൾക്ക് മാത്രമല്ലല്ലോ, രാഷ്ട്രീയത്തിൽ വേറെ കുറേ നേതാക്കന്മാർക്ക് തന്നെയല്ലേ അനുഭവം. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കാൻ പോകുന്നില്ല? സ്വാഭാവികമായിട്ട് ഇത് പൊളിറ്റിക്കലിൽ ഉണ്ടല്ലോ. ഇതിന് മുമ്പ് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? കാരണം ഇത് ഇയാൾക്ക് മാത്രമായിട്ടല്ലല്ലോ. രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് കാണാൻ പറ്റും. എന്താ സഖാക്കളെ, നിങ്ങളുടെ ഉത്തരം മുട്ടിയോ സഖാക്കളെ? സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് പറയുന്നത്. ഇത് സഖാക്കളും BJP-യും കാണിച്ച നെറികേടാണ്. ഇത് സഖാക്കളും BJP-യും കാണിച്ച വൃത്തികേടാണ്. സഖാക്കളോടും BJP-ക്കാരോടും ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ കള്ളക്കേസ് കൊണ്ടുവരൂ. എന്തെങ്കിലും രാഹുൽ അഴിമതി നടത്തി അല്ലെങ്കിൽ രാഹുൽ ഇത്ര പൈസ മുക്കിയെന്ന് നിങ്ങൾ പറയും, നിങ്ങൾ സഹിച്ചോളാം. അല്ലാതെ പെണ്ണ് കേസിലല്ല പാവത്തെ നിങ്ങൾ കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. ആ കാര്യം സഖാക്കളൊന്ന് ഓർക്കുക. കേരളത്തിന് മൊത്തം അറിഞ്ഞു സഖാക്കൾ കുടിക്കതാണെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേടാൻ നോക്കാം. അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞിട്ട് ആക്രമിക്കാനുമായാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇത്ര കാലം ഇല്ലാണ്ട് ഇപ്പോൾ ഈ ഇലക്ഷൻ വരുന്ന സമയം നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എടുത്ത് വെളിയിലിട്ടിട്ട്. പണ്ട് മറ്റേ ഉമ്മൻചാണ്ടി ആക്രമിച്ചു, സരിത ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ പറഞ്ഞു അത് വെറുതെ പറഞ്ഞതാണെന്ന്. മരിച്ച ശേഷം അതുമാതിരി ആയിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. അത്ര തന്നെ. നിങ്ങൾക്ക് വളഞ്ഞിട്ട് ആക്രമിക്കാന്ന് നിങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട്, അല്ലാതെ വേറൊന്നുമല്ല. ഇലക്ഷൻ ടൈം അല്ലാത്ത സമയത്താണ് പറഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ ഇലക്ഷൻ ടൈമിൽ ഇതിങ്ങനെ പറയുമ്പോൾ അതങ്ങനെ ആയിരിക്കും, അങ്ങനെ തോന്നല്. അത്ര തന്നെ, അല്ലാതെ വേറൊന്നുമില്ല. ഈ ചേട്ടന് നല്ലോണം വിദ്യാഭ്യാസമുണ്ട്. ഓക്കെ, അതായത് ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഇന്ന് ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നെങ്കിൽ അവൾ ഇന്നല്ലേ പരാതി കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലല്ല അവൾ പരാതി കൊടുക്കേണ്ടത്? ഇത് 2018 കിടന്നു കൊടുത്തിട്ട് 2025 കേസ് കൊടുക്കുന്നു. എങ്ങനെ ഇരിക്കണം? പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. വീട്ടിലൊരു ഭർത്താവുള്ള കാര്യം രാഹുലിനോട് ആ പെണ്ണ് പറഞ്ഞിട്ടില്ല.
23കാരി ഇല്ല, അത് നമുക്ക് വിടാം. രണ്ടാമത്തെ കേസ് ഇല്ല. ആദ്യ കേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വീട്ടിലൊരു ഭർത്താവുള്ള കാര്യം രാഹുലിനെ മറച്ചു വെച്ച്, രാഹുലിനെ പ്രണയം സ്ഥാപിച്ച് ബെഡിലേക്ക് വിളിച്ച് അവസാനം ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ 5-6 വർഷം കഴിഞ്ഞിട്ട് കേസ് കൊടുക്കുകയാണ്. നാണവും മാനവും ഇല്ലാത്തവൾ, അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഇത്തിരിയെങ്കിലും അവൾ പറയുന്നത് സത്യമാണെങ്കിൽ ആ സമയത്ത് എന്തുകൊണ്ട് അവൾ കേസ് കൊടുത്തിട്ടില്ല? എന്തുകൊണ്ട് ഇലക്ഷൻ സമയത്ത് കേസ് കൊടുത്തു? അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൽ മത്സരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല? ഓക്കെ, ബാക്കിയും കൂടി കിടന്നു നോക്കാം. തകർന്നോ ചോദിച്ചാൽ തീർച്ചയായും തകർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സമയത്ത് ഇങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ട് തീർച്ചയായും രാഷ്ട്രീയ ഭാവിയിൽ ബാധിക്കും എന്ന് തന്നെ സംശയം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ ഒന്നില്ലെങ്കിൽ പെൺവിഷയമാണ് ഒന്നാമത്തത്. പിന്നെ ഈ ഇലക്ഷൻ ടൈം എല്ലാം കൊണ്ടും പണി കൊടുത്തതാണോ എന്ന് ചിന്തിക്കാം. പക്ഷെ എല്ലാ തെളിവുകളും എതിരാണല്ലോ. ഇന്നാണ് ആ വിഷയത്തിനെ പറ്റി അറിയുന്നത്. മുൻ ഭർത്താവ് ഉണ്ടായിരുന്നു എന്നും എല്ലാം അറിയുന്നത് ഇന്നാണ് ചാനൽ വഴി അറിയുന്നത്. അതപ്പോൾ ഇതൊക്കെ ഒരു പ്ലാനിങ് ആണെന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും. കേട്ടോ സഖാക്കളെ, നിങ്ങൾ കേട്ടോ BJP-കാരാ നിങ്ങൾ? അന്നം കഴിക്കുന്നവർക്ക് മനസ്സിലായി. ചങ്ങായി പറഞ്ഞല്ലോ, ഇന്നലെ വരെ ഞാൻ വിചാരിച്ചത്, അതായത് ആ പെണ്ണ് ഉള്ളതായിരിക്കും, ഭർത്താവുള്ള കാര്യം ഞങ്ങൾക്ക് ഇന്നലെയാണ് മനസ്സിലായത്, അതുകൊണ്ട് അറിഞ്ഞത് വെൽ പ്ലാനഡ് എന്ന്. നാണവും മാനവും ഇല്ലാത്ത സഖാക്കളും RSSകാരും എഴുതി ഉണ്ടാക്കിയൊരു തിരക്കഥയാണെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ബാക്കി കൂടി കിടന്നതാ. രാഷ്ട്രീയ ഭാവിയൊന്നും തകരമൊന്നുമില്ല. അതൊക്കെ ഇപ്പോഴത്തെ ഈ ട്രെൻഡിൽ ഇങ്ങനെ നിൽക്കും കുറച്ച് നാള്. അത് കഴിയുമ്പോൾ വീണ്ടും അവര് ജീവിച്ച് വീണ്ടും വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരും. അത് ഈ ചേട്ടൻ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മാനം പോയല്ലേ. മിനിമം ഒരു 2 വർഷമെങ്കിലും എടുക്കൂലേ അദ്ദേഹം നിരപരാധി എന്നൊക്കെ അറിയാൻ വേണ്ടി? നമുക്കെല്ലാവർക്കും അറിയും, ഒന്ന് തെളിയണ്ടേ നിരപരാധി എന്ന്. എന്തെങ്കിലും 2 വർഷം വേണ്ടേ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. വളഞ്ഞിട്ട് ആക്രമിക്കാൻ. എന്തുകൊണ്ടാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പറയുന്നത്? അത് ഇപ്പോൾ ആൾക്ക് കേസ് നിലവിൽ ആരും അങ്ങനെ പരാതിപ്പെട്ട് പോയിട്ടില്ല. പരാതികൾ വന്നിട്ടുണ്ട്. പരാതി വന്നിട്ടുണ്ട്. എന്താ പറയുക, ഇല്ലാതാക്കാനാണല്ലോ ഇത് വരുന്നത്. എന്ത് ഇല്ലാതാക്കാൻ? രാഷ്ട്രീയഭാവി ഇല്ലാതാവുമല്ലോ. പരാതി കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയഭാവി ഇല്ലാതാവും. നോക്കണം സഖാക്കളെ, നിങ്ങൾ സാധാരണക്കാരായ മനുഷ്യന്മാരാണ് പറയുന്നത്. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലും നിങ്ങളുടെ 24 ചാനലിലും 24 മണിക്കൂറും വാർത്ത കൊടുത്തില്ലേ പീഡന വീരന് എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തായി? ഇത് നിങ്ങളുടെ വാർത്ത കണ്ടിട്ടാണ് ഇവിടെയുള്ള പാലക്കാടുകാരായ ചുണക്കുട്ടികൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ സഖാക്കളെ? ഒരു സമയത്ത് നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ, 2-3 ദിവസം മുമ്പ് നമ്മൾ ന്യൂസ് ചാനൽ വെച്ചാൽ രാഹുൽ എന്ന കൊടും ക്രൂരത, കൊടും കുറ്റവാളി, പീഡന വീരൻ, അങ്ങനെയല്ലേ നിങ്ങൾ വാർത്ത കൊടുത്ത സഖാക്കളെ? എന്നിട്ട് എന്തായി? ഇപ്പോൾ സാധാരണക്കാരായ പാലക്കാടുകാരെ പറയുന്നു, ഇല്ല ഞങ്ങളുടെ രാഹുലിനെ കുടുക്കിയതാണ് ഇവറ്റകൾ, സഖാക്കളും RSSകാരുടെയും പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ രാഹുലിനെ കുടുക്കിയതെന്ന് പാലക്കാടിലെ ജനങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നില്ലേ പ്രേക്ഷകരെ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്തെങ്കിലും പ്രശ്നമാണ് നമുക്ക് അങ്ങനെ റോങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അപ്പൊ തന്നെ പറയണം. അല്ലാണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം പറയുമ്പോൾ നമുക്കത് ഒരു ജെനുവിനിറ്റി കുറഞ്ഞു. കാരണം അവരിപ്പോ നടിയാണെങ്കിലും എന്താണെങ്കിലും അവരൊരു സ്ത്രീ ആണല്ലോ. ഈ പെൺകുട്ടി പറഞ്ഞത് 100% ശരിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കേസ് കൊടുക്കണ്ടേ? ഇപ്പോൾ ഒരു പെണ്ണ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ ഫേസ് വരുന്നില്ല, അവളുടെ പേര് വരുന്നില്ല, അവളുടെ അഡ്രസ്സ് വരുന്നില്ല, ഒന്നും വരുന്നില്ല. പിന്നെ എന്തിനാണ് പെൺകുട്ടികൾ പേടിക്കുന്നത്? എനിക്കെതിരെ ഒരു പെണ്ണ് നാളെ പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ എന്തെങ്കിലും വരോ? എൻ്റെ ഫേസ് വരുമല്ലോ, ഞാൻ ചെയ്തിട്ടെ ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ എൻ്റെ ഫേസ് ഇങ്ങനെ തുരുതുരാ വരും, ഇവൻ പീഡന വീരനാണ്, മറ്റതാണ് മറിച്ചതാണ്, എൻ്റെ സത്യാവസ്ഥ എൻ്റെ സൈഡിലുണ്ടോ, അങ്ങനെയൊന്നും അന്വേഷിക്കൂല. അപ്പോൾ എന്തുകൊണ്ടാണ് പെണ്ണ് പേടിക്കുന്നത്? അപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ്, ആരോ ഒരു 20 ലക്ഷം തരാം ഇങ്ങനെ നീ ചെയ്യുമെന്ന് പറയുമ്പോൾ 20 ലക്ഷം മേടിച്ചിട്ട് ഈ പണിക്ക് നിന്നതാണെന്നേ ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവരുടെ ആൾക്കാരല്ലേ അവരെ ആക്രമിക്കുന്നു കൂടുതലും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് എന്ത് പറയാ, അത് അങ്ങനെയാണ്, അവന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ ചേട്ടൻ പറഞ്ഞത് ചെറിയ ശരിയുണ്ട്. അവൻ്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ രാഹുലിനെ ആക്രമിക്കുന്നത് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഷഹനാസ് അറിയില്ലേ? ഷഹനാസ് എന്ന വൃത്തികെട്ടവളെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? കോൺഗ്രസിൻ്റെ നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയെന്നറിയുമ്പോൾ ഷഹനാസ് എന്ന ക്രൂര സ്ത്രീ എന്ന് പറയുകയാണ് എനിക്കും രാഹുൽ മോശമായി മെസ്സേജ് അയച്ചു എന്ന്. എന്തിനാണ് ഷഹനാസ് അങ്ങനെ പറഞ്ഞത്? ഷഹനാസിനറിയും രാഹുൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ രാഹുൽ വലിയ സ്ഥാനത്തല്ലുള്ളത്, ആ സ്ഥാനം ഷഹനാസിന് തേടി വരും. ഷഹനാസിന് ആ വലിയൊരു സ്ഥാനം കിട്ടുമെന്ന് ഷഹനാസ് മനസ്സിലാക്കിയതോടുകൂടി ഷഹനാസ് മീഡിയാസിൽ പറയുകയാണ് എനിക്കും രാഹുൽ മാങ്കുളത്തിൽ മെസ്സേജ് അയച്ചു, ഞാൻ ഷാഫി പറമ്പിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു എന്ന പച്ചക്കളവ് ഷഹനാസ് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ സഹോദരൻ ഇങ്ങനെ പറഞ്ഞത്.
ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. രാഹുൽ മാങ്കൂട്ടം എന്ന ആൾ നല്ലൊരു വ്യക്തിയാണ്. മൂപ്പറിനെ ഇപ്പോൾ രാഷ്ട്രീയം ആയതുകൊണ്ട് വേറൊരു ഇതിൽ മൂപ്പറിനെ എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മൂപ്പർ നല്ലൊരു വ്യക്തിയാണ് നമ്മുടെ അഭിപ്രായത്തിൽ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് പാലക്കാട്ടിലുള്ള MLA ആണ്. മറ്റു പാർട്ടികളെല്ലാവരും ഞാൻ മൂപ്പറിനെ കുറ്റപ്പെടുത്തി അതിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അഭിപ്രായം എങ്ങനെ കേട്ടോളെ? കുറ്റപ്പെടുത്തുകയാണല്ലേ? കുറ്റപ്പെടുത്താണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അന്നേ ഇത് ചെയ്യണമല്ലോ. പെണ്ണ് അന്നേ പരാതി കൊടുക്കുമ്പോൾ അന്നേ കേസെടുക്കണമല്ലോ. അതിപ്പോൾ 3 മാസത്തോളം ആയില്ലേ. ഇപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. മൂപ്പര് നല്ലൊരു വ്യക്തിയാണ്, അത്രയേ നമ്മൾ പറയാനുള്ളത്. എന്തുകൊണ്ടാണ് സഖാക്കളെ, എന്തുകൊണ്ടാണ് RSSകാരായി ഇങ്ങനെ പറയുന്നത്? 1 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വികസനം കൊണ്ടാണ്, അദ്ദേഹം ഒരു നല്ല മനുഷ്യനെന്ന് പാലക്കാടുകാർക്ക് മൊത്തത്തിൽ അറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഖാക്കളെ, നിങ്ങൾ നല്ല രീതിയിൽ മരിക്കൂല എന്ന് തന്നെ ഞാൻ പറയുകയാണ്. ഈ കള്ളക്കേസിന് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ ചേട്ടൻ പറഞ്ഞത് എന്ത് ക്ലിയറാണ്. 3 മാസം മുമ്പ് ഓഡിയോ ക്ലിപ്പ് വന്നു, ആ സമയത്ത് എന്തുകൊണ്ട് കേസ് കൊടുത്തിട്ടില്ല? തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും, അപ്പോൾ കേസ് കൊടുക്കാമെന്ന് സഖാക്കൾ വിചാരിച്ചു. ഇനിയിപ്പോൾ സഖാക്കൾ 12 കാര്യം 13 കാര്യം റെഡിയാക്കി എന്നാണ് കേൾക്കുന്നത്. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ 2026 നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ 13 കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പീഡിപ്പിച്ചു എന്ന് സഖാക്കളുടെ നിറകെട്ട രൂപം നമ്മൾ ഇനിയും കാണാതിരിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ബാക്കി കൂടി കേട്ടൊക്കെ. നമുക്ക് തോന്നുന്നത് കെട്ടിച്ചമച്ചാണെന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, അതിപ്പോ എല്ലാ ആൾക്കാരുടെയും ഒരുപോലെ അല്ലല്ലോ. അത് പല ആൾക്കാരുടെ പല നിയമനം പോലെ പലത് പറയുന്നു പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു കാര്യമായിട്ട് ഇതില്ല. അപ്പൊ അതുകൊണ്ട് എന്താന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അത് പ്രത്യേകിച്ചില്ല. കെട്ടിച്ചമച്ചാണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് കെട്ടിച്ചമച്ചാൻ തോന്നിയത്? ഇപ്പോ അതിന്റെ അങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സഖാക്കളെ സാധാരണക്കാരായ മനുഷ്യന്മാർ ഇങ്ങനെ പറയുന്നത്? ആരെങ്കിലും ഒരാൾ, ഞാൻ കുറേ വെച്ചല്ലോ, ആരെങ്കിലും ഒരാൾ രാഹുലിനെ വിമർശിക്കുന്ന സഖാക്കളെ, നിങ്ങളുടെ കണ്ണ് എന്തെങ്കിലും അസുഖമുണ്ടോ നോക്കണം. നിങ്ങൾ എത്ര ഇനിയുണ്ട്? 2-3 ഞാൻ വെച്ച് തരാം. ഒരാളെങ്കിലും രാഹുലിനെ കുറ്റം പറയുന്നുണ്ടോ? നിങ്ങൾ കേൾക്കണം സഖാക്കളെ, ഇനി ആരെയും നിങ്ങൾ മേലിൽ കള്ളക്കേസിൽ കൊടുക്കണ്ട. രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കളവ് പറയോ, പ്രശ്നമില്ല. രാഷ്ട്രീയമായിട്ട് നിങ്ങൾ പറയോ, രാഹുൽ മാങ്കൂട്ടത്തിൽ 5 ലക്ഷം മുക്കി, ഒരു പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും ഒരു തറ കെട്ടാനുള്ള പൈസ രാഹുൽ മുക്കിയ നിങ്ങൾ പറയൂ, പ്രശ്നമില്ല. നിങ്ങൾ അതിൻ്റെ സെൻസിൽ, രാഷ്ട്രീയത്തിൻ്റെ സെൻസിൽ എടുക്കാം. നിങ്ങൾ പെണ്ണ് കേസ് എന്തിനാണ് കൊണ്ടുവരുന്നത്? അതാണ് സഖാക്കളോട് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. കെട്ടിച്ചമച്ചതാണ്. തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് അവരൊരു ഡിസ്റ്റർക്കാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ ഇതുവരെ നേരത്തെ കേസ് വന്നതാണല്ലോ. പിന്നെ അത് തേച്ചുമാഞ്ഞ് പോയി, എല്ലാവരും പിന്നെ കേസില്ലാണ്ട് തള്ളിപ്പോയതാണ്. വീണ്ടും ഈ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിന് അതിന് ജയിക്കാനുള്ള ഒരു കളി കളിച്ചാണ് ഇത്. കണ്ടോ സഖാക്കളെ, എല്ലാവരും പറയുകയാണ് കെട്ടിച്ചമത്തിയത്. എല്ലാവർക്കും അത് നിങ്ങളുടെ നിറകെട്ട സ്വഭാവം. സഖാക്കളെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ചെറിയ തോൽവിയാണ്, ഇനി വരാനേ ഇരിക്കുന്നതേ ഉള്ളൂ. നാളെ ഞാൻ ഒന്നെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു വീഡിയോ വരുന്നുണ്ട്. അതായത് സർവേ ഫലം, ഞെട്ടിക്കുന്ന സർവേ ഫലമാണ്, തെളിവ് സഹിതമുള്ള സർവേ ഫലമാണ്. ആ സർവേ ഫലം നിങ്ങൾ നോക്കണം, CPMന് എത്ര സീറ്റ് കിട്ടുമെന്ന്. ഞാൻ പറയുന്നത് പോലെ പുഷ്പം പോലെ നടക്കും. ഓക്കെ, അതായത് തെളിവുകളുണ്ട്, ജനങ്ങൾ പറയുന്ന പൂളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നാളെ സർവേ തയ്യാറാക്കുന്നത്. നാളെ ഞാൻ ഉച്ചക്കല്ലെങ്കിൽ വൈകുന്നേരം ഞാനത് എന്തായാലും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. സംഭവം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് കുടിക്കായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കണ്ട് പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അറിയുന്നത്. അതിലും മീതെ വേറെ ഇതൊന്നും ഇല്ലല്ലോ. അതായത് പാലക്കാടിൽ മൊത്തം ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പാലക്കാടുകാർ എല്ലാവരും ചായ കുടിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും പറയുന്നത്, ക്രിക്കറ്റ് കളിക്കുമ്പോഴും പറയുന്നത് അത് കെട്ടിച്ചമത്തിയതാണെന്നാണ്. അദ്ദേഹം ഇതിങ്ങനെയാണ് പറയുന്നത്. ഇവിടെ വർത്താനം അത് കെട്ടിച്ചമത്തിയതാണെന്നാണ്. നിങ്ങളിപ്പോൾ പാലക്കാടുകാരോട് ആരോട് വേണമെങ്കിൽ ചോദിച്ചു, BJPക്കാരോട് പോലെ നിങ്ങൾ ചോദിക്കൂ, ഓട്ടോ ഡ്രൈവർമാരായിട്ടുള്ള BJPക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കുന്ന BJPക്കാരോടോ സഖാക്കളോടോ നിങ്ങൾ ചോദിക്കൂ, എന്താണ് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത് മാത്രം ശരിയല്ല. രാഹുൽ ഞങ്ങൾ വിമർശിക്കും, അയാൾ ഞങ്ങൾ പാർട്ടിപരമായി വിമർശിക്കും. പക്ഷേ ഈ കേസ് സഖാക്കളും BJPയും ഉണ്ടാക്കിയതെന്ന് അവിടുത്തെ BJPക്കാർ പോലും സമ്മതിക്കുകയാണ്. എല്ലാവർക്കും അറിഞ്ഞു ഇതുണ്ടാക്കിയതാണ് CPMും BJPയും. അവർ ഉണ്ടാക്കിയ കേസ് എന്ന് എല്ലാവർക്കും അറിയുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പെണ്ണിന്റെ പരാതി ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി അതിനുള്ള ന്യായമായിട്ടൊരു രീതിയിൽ ആ പരാതിനെ പരിഗണിച്ചിട്ട് കുറ്റക്കാരനാണെങ്കിൽ അതിന് ശിക്ഷ, കുറ്റക്കാരനല്ലെങ്കിൽ അയാൾ നിഷ്പക്ഷവാദിയാണ്, കുറ്റം ചെയ്തിട്ടില്ല പറഞ്ഞാൽ അയാളെ അതൊന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. കുറ്റം ചെയ്തവനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് ഏതിലാണെങ്കിലും ശരി, ഇപ്പൊ ദേവസ്വത്തിലാണെങ്കിലും ശരി പറഞ്ഞിട്ടുണ്ട്, കട്ടവൻ ശിക്ഷിക്കപ്പെടണം. കക്കാത്തവനാണ് അത് കുറ്റം ചെയ്തിട്ടില്ല പറഞ്ഞാൽ അവൻ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കണം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ.
പൊന്നാര ചേട്ടനോട് ഒരു കാര്യം പറയുകയാണ്, തെളിയിക്കും, പക്ഷേ ഒരു 2 വർഷം എടുക്കും. കള്ളപ്പരാതിയാണ്, പെണ്ണാണ് കൊടുത്തത്. അത് കുറച്ച് കഷ്ടപ്പാടാണേ. അതായത് കോടതിയിലൊക്കെ വാദിച്ച് നിൽക്കാൻ. കള്ളപ്പരാതി എന്ന് കോടതിക്ക് മനസ്സിലായാലും അതിൻ്റെ സ്റ്റെപ്പ് കയറി അടങ്ങണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ചേട്ടാ. എങ്ങനെയെങ്കിലും നമ്മുടെ രാഹുൽ തെറ്റുകാരനല്ല എന്ന് രാഹുൽ സമൂഹത്തിന് മുമ്പിൽ വിളിച്ച് പറയും. അത് പറയുക തന്നെ ചെയ്യും, പറയിപ്പിക്കുക തന്നെ ചെയ്യും. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കിടന്നാൽ. ആ പെണ്ണിന്റെ പരാതിയിൽ നിഷ്പക്ഷതയുണ്ടോ? അത് കൃത്യമായ തെളിവുകളാണോ? അതല്ല അതാണെങ്കിൽ ആ പെണ്ണിനെതിരെ ഇയാൾക്ക് മാനനഷ്ട കേസിന് പോകാലോ. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ നിഷ്പക്ഷപാതിയാണ്, ഞാൻ തെറ്റ് ചെയ്യാത്തവനാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള തുടർ നടപടികളും കോടതി നടപടികളും സ്വീകരിക്കാവുന്നതാണല്ലോ. ഒരാളെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പറഞ്ഞാൽ അയാൾ നിഷ്പക്ഷപാതി ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള തുടർ നടപടികൾ കോടതി മുഖേന തീരുമാനിക്കാവുന്നതാണല്ലോ. ഉറപ്പായിട്ടും ചേട്ടാ ടെൻഷൻ അടിക്കണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ 2ഉം കൽപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. 23കാരി എന്ന പെണ്ണില്ല. ആദ്യ കേസ് രാഹുലിനെ ചതിച്ചതാണ്. അതിൽ നിന്ന് ഊരാൻ കുറച്ച് പണിയുണ്ട്. കാരണം രാഹുൽ ശാരീരികമായി ബന്ധപ്പെട്ടിനി. എന്തിനു പെട്ടത്? അവളെ ലൈഫ് ലോങ് ആയിട്ട് എൻ്റെ ലൈഫ് പാർട്ട്ണറാക്കും, എൻ്റെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ പെണ്ണ് വീട്ടിൽ ഭർത്താവുള്ള കാര്യം രാഹുലിനെ പറഞ്ഞിട്ടില്ല. പാവം രാഹുലിന് അറിയില്ലായിരുന്നു. പെട്ടതാണ് രാഹുൽ. അതുകൊണ്ട് കുറച്ച് പണിയുണ്ട് ഇതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട്. ഊരും. ആ പെണ്ണ് തന്നെ കരഞ്ഞ് പറയും മാപ്പാക്കണം രാഹുലെ, കാരണം ദൈവമുണ്ട്, ദൈവമെന്ന മഹാശക്തി ആ പെണ്ണിനോട് തന്നെ പറയിപ്പിക്കും. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. ഒരു എലക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ വന്നത്. എലക്ഷൻ അല്ല എന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ വരില്ല. എലക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതല്ലെങ്കിൽ അങ്ങനെയാണ് സത്യാവസ്ഥ അതിലുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സഖാക്കളോട് ഒരു കാര്യം, ഞാൻ ഇത്ര ആൾക്കാർ പറഞ്ഞത് വെച്ചു, എവിടെയെങ്കിലും ഒരാളെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് എന്നെങ്കിലും പറയുന്നുണ്ടോ? എല്ലാവരും പറയുന്നത് രാഹുൽ തെറ്റുകാരനല്ല, കെട്ടിച്ചമത്തിയത്. ഇതിൽ നിന്ന് സഖാക്കളെ നിങ്ങളെ നെറികേട്, നിങ്ങളെ നാറിയ പണി ഇവിടെ, അതായത് നിങ്ങൾ കാണിച്ച നാറിയ പണി ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് ഇത് തന്നെ മനസ്സിലാവുന്നില്ലേ? ഇനിയും സഖാക്കളോടൊരു കാര്യം പറയുകയാണ്. സഖാക്കളെ, നിങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും വിളിച്ച് പറയൂ. പക്ഷേ സഖാക്കളെ, ദയവ് ചെയ്ത് സഖാക്കളെ, നിങ്ങൾ ഇല്ലാത്ത പെണ്ണ് കേസുമായിട്ട് ഇനി വരരുത്. അവരുടെ ജീവിതം വെച്ചാണ് സഖാക്കളെ നിങ്ങൾ കളിക്കുന്നത്. അതൊന്ന് നിങ്ങൾ ഓർത്താൽ കൊള്ളാം. പിണറായി വിജയനോടും ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.